ഒരു പ്രയോഗം ഞാൻ ആവർത്തിക്കുകയാണ്. ഇതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇത് ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ്. ഇത് ഫാഷിസത്തോട് വിസമ്മതം രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുമെന്ന് പറയുമ്പോൾ കലാപത്തിലൂടെ ഭയാശങ്ക സൃഷ്ടിച്ച് കൈവെള്ളയിൽ ഞെരിക്കുമെന്ന് ഭീതിപ്പെടുത്തിയവിടെ മുന്നിൽ അരിതട കാട്ടാള എന്ന് പറഞ്ഞ ആർജവം കാണിച്ച് നിവർന്നു നിൽക്കാൻ മനസ്സുള്ള ഒരു സമൂഹത്തിന്റെ സമര സന്ദേശമാണ് എന്ന രാഷ്ട്രീയ ചിന്ത അനുഭാവികൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നാം സമ്മേളനങ്ങൾ മാത്രം പങ്കാളിത്തം വഹിച്ചാൽ പോരാ. ഞാൻ ഒന്നുകൂടി പറയുന്നു, രാജ്യവ്യാപകമായി ഈ നിർഭയ തൊട്ടിന്റെ നിലപാടിൽ നിവർന്നു നിന്നുകൊണ്ട് സംഘപരിവാറിനെതിരെ സമരോത്സുക സൃഷ്ടിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് എന്ന അഭിമാന ബോധം കൂടി നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട്. അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ SDPക്കാർ ഒരു സമ്മേളനം നടത്തി. അതിൽ ഒരുപാട് ആളുകൾ കൂടി. മലബാറിൽ മലപ്പുറത്ത് ഒരു സമ്മേളനം നടത്തി. ലക്ഷങ്ങൾ പങ്കെടുത്തു. കൊല്ലത്ത് 10,000 പങ്കെടുത്തു. വലിയ സമ്മേളനമായിരുന്നു. അതേ സമ്മേളനം ബീഹാറിൽ നടക്കുന്നു, രാജ്യവ്യാപകമായി നടക്കുന്നു. ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി ഫാഷിസത്തോട് മാത്രമല്ല സാമ്പ്രദായികതയോട് വിസമ്മതിക്കാൻ ഈ രാജ്യത്തെ ഇതുവരെ ഭരിച്ച് സംഘപരിവാറിന് വളമിട്ട് കൊടുത്ത് കലാപങ്ങൾ നിശബ്ദത പുലർത്തി വളരാൻ അവസരമൊരുക്കി കൊടുത്ത മുഴുവൻ രാഷ്ട്രീയ സംവിധാനത്തോടുമുള്ള ജനാധിപത്യപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തി ഒരു സംഘം തുടക്കം കുറിച്ച ഈ നിർഭയത്വത്തിന്റെ, മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിന്റെ, മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ, ഒരുമയുടെ, അതോടൊപ്പം ഏകാധിപത്യ വിരുദ്ധതയുടെ, ഭരണഘടനയുടെ ഈ രാഷ്ട്രീയ സന്ദേശം രാജ്യവ്യാപകമായിട്ടുണ്ട്. ഇനി ഞങ്ങൾ മാറി നിൽക്കേണ്ടവരല്ല. വോട്ട് കൊണ്ടും സംഘാടനം കൊണ്ടും അതോടൊപ്പം പങ്കാളിത്തം കൊണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന ഒരു രാഷ്ട്രീയ ചിന്ത നെഞ്ചിലേറ്റണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഖാലിദ് മൂസ നദവി ഔപചാരികമായി തന്നെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ രാജ്യം ആരും നമുക്ക് ഔദാര്യമായി തന്നതല്ല. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ സാന്ദർഭികമായി ഇവിടെ സ്മരിച്ചു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ നഗരന്റെ പേര് അമ്പുറം തങ്ങളുടെ പേരിലുള്ള നഗരിയാണ്. മലപ്പുറം ജില്ലയ്ക്ക്, മലബാറിന്റെ നാടിന് സമര പോരാളികളുടെയും നായകന്മാരുടെയും പേര് പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഇന്നും മലബാറിന്റെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് സമര സഖാക്കളുടെ പേര് പറഞ്ഞാൽ, വാര്യംകുന്നത്തിന്റെ പേര് പറഞ്ഞാൽ, മമ്പുറം തങ്ങളുടെ പേര് പറഞ്ഞാൽ, ആലി മുസ്ലിയാരുടെ പേര് പറഞ്ഞാൽ, ശുഹദാക്കളുടെ പേര് പറഞ്ഞാൽ സിന്ദാബാദ് വിളിക്കാൻ ചരിത്ര ഓർമ്മയുള്ള ദശലക്ഷക്കണക്കിന് പുതിയ തലമുറയുള്ള നാടാണ് മലബാർ. അത് നമുക്ക് അഭിമാനമാണ്. അത് നമുക്കൊരു അടിസ്ഥാനപരമായൊരു മൂലധനമാണ്. അത് നമുക്കൊരു മൂലധനമാണ് രാഷ്ട്രീയ ചുവടുവെപ്പുകൾക്കും നിർഭയത്വത്തിന്റെ ഇടപെടലുകൾക്കും നടപടിക്രമങ്ങൾക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നത്, RSS ആണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. RSS ബില്ല് കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് RSS പരിശീലനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ 3 പതിറ്റാണ്ടിലധികമായി ഇന്ത്യയുടെ പൊതുബോധത്തോട് സംവദിച്ചിരുന്നു. അതിന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, ക്രൈസ്തവരെ കൊന്നൊടുക്കി, കമ്മ്യൂണിസ്റ്റുകൾ കാലഹരണപ്പെട്ടു നാട്ടിലില്ലെങ്കിൽ ഉള്ളവരെ കൊന്നൊടുക്കി മേൽക്കൈ നേടാമെന്ന വ്യാമോഹം അസ്തമിച്ചപ്പോൾ, അഥവാ അത്തരം നടപടിക്രമങ്ങൾക്കെതിരെ ജനാധിപത്യ ബോധമുള്ളവർ പ്രതിശബ്ദമുയർത്തിയപ്പോൾ ഭയപ്പെട്ടു പോയ സംഘപരിവാർ രാജ്യത്തിന്റെ പരമാധികാരം നൈരൂപീകരണ സംവിധാനമായ പാർലമെന്റിലൂടെ നിയമം ചുട്ടെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ, വലിയ ന്യൂനപക്ഷങ്ങളെ കൈവെള്ളയിലിട്ട് ഞെരിച്ചു കൊല്ലാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ മുഖമൂടി നഷ്ടപ്പെടാതെ ഖത്തറിന്റെ അമീറും ഇന്നലെ സ്വീകരണം കൊടുക്കുന്നു. പ്രോട്ടോകോൾ ലംഘിച്ച് പ്രധാനമന്ത്രി പോയി സ്വീകരിച്ചു. ചില മുസ്ലിം പേരുകാർ അഭിമാനത്തോടെ പങ്കുവെക്കുകയാണ്. ഞാൻ പറയുന്നത്, അറബ് രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒരു കാപട്യത്തിന്റെ മുഖമുണ്ട്, ലോകത്തിന് മുന്നിൽ ഒരു കാപട്യത്തിന്റെ മുഖമുണ്ട്, ജനാധിപത്യവാദികൾ മുന്നിൽ കാപട്യത്തിന്റെ മുഖമുണ്ട്. ഇവിടെ നടപ്പിലാക്കുന്നത് ഫാഷിസ്റ്റ് നയമാണ്. അതിന് പാർലമെന്റിൽ നിയമം ചുട്ടെടുക്കുകയാണ്. നരേന്ദ്രമോദിയെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു, ലോകരാഷ്ട്രങ്ങൾ വിസ നിഷേധിച്ചിരുന്നു. എന്താ അതിന്റെ കാരണം? അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത ദാഹാർത്തരായ പിഞ്ചുമക്കളെ ചുട്ടുകൊന്നതിന്റെ ഒരു പേരിൽ മാത്രമായിരുന്നില്ല. ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തി പിളർന്നുകൊണ്ട് ആ രക്തശിശുവിന് ശൂലത്തിൽ ഉയർത്തു നിർത്തി ജയ് ശ്രീരാം വിളിച്ച കാപാലികർക്ക് കശ്മല സംഘത്തിന് സംരക്ഷണം കൊടുത്തതിന്റെ ഒരു പൈതൃകം കൂടി സംഘപരിവാറിനും ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കുമുണ്ട്. അങ്ങനെ മുസ്ലിം രക്തം കൊണ്ട് മലീമസമായ, മുസ്ലിം വിരുദ്ധത കൊണ്ട് മലീമസമായ കരങ്ങളുടെയും ഹൃദയങ്ങളുടെയും ഉടമയായ ഒരൊറ്റ ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. സവർണ രാഷ്ട്രം രൂപീകരിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നത് ഇസ്ലാമിക സംസ്കാരമാണ്, ക്രൈസ്തവരയാണ്, കമ്മ്യൂണിസമാണ്. മുസ്ലിം ചരിത്രം അവർക്ക് പേടിയാണ്, പോരാട്ടങ്ങളെ പേടിയാണ്, രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും പേടിയാണ്. അതുകൊണ്ട് തന്നെ നിയമം മൂലം ഇതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ അപകടത്തിനെതിരെ രാഷ്ട്രീയ ബദൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിർവഹിക്കണം.